ഹായ് ഓൾ. അപ്പോൾ അത് നമുക്ക് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്ത് പാത്രമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മളത് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഇഡ്ഡലി കുക്കറാണ് കേട്ടോ. ഇഡ്ഡലി ഇടിയപ്പം അങ്ങനെ എന്താണേലും ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കറാണ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസ് ആയതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ യൂസ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് അതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പം ഇത് തുറക്കുമ്പോഴത്തേക്കും എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കാറോ ടോയോ എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷേ അതല്ല കേട്ടോ, ഇതിൻ്റെ പിടിയായിരുന്നു. ഇതിൻ്റെ അകത്ത് എണ്ണി നോക്കുമ്പോൾ കുറേ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 തട്ടുണ്ട് കേട്ടോ. 7 തട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ആക്ച്വലി 7 അല്ല കേട്ടോ, പിന്നെ ഉണ്ട് സംഭവം. 7 തട്ടേ നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് കൊള്ളത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് 8 തട്ടുണ്ട് കേട്ടോ. മിനി ഇഡ്ഡലീസ് പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന തട്ടുണ്ട്. പിന്നെ അല്ലാതെ ഓരോന്നിലും 4 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ട്രിപ്പിന് തന്നെ നമുക്ക് 24 ഇഡ്ഡലീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുക്കറാണ് കേട്ടോ. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം മിനി ഇഡ്ഡലിയുടെ തട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഡ്ഡലിയുടെ തട്ട് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഈ 8 തട്ടും കൂടി ഇതിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. 7 തട്ടേ എൻ്റെ അകത്ത് കൊള്ളത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരെണ്ണം മാറ്റി വെക്കാം. പിന്നെ പൊറോട്ടയൊക്കെ ചൂടാക്കാനുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ മിനി ഇഡ്ഡലി തട്ടിലോ ഏതിലെങ്കിലും വെച്ചാൽ മതി. സംഭവം വളരെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും കേട്ടോ. സ്റ്റീലായതുകൊണ്ടും പിന്നെ ഇതിൻ്റെ കുക്കർ ആയതുകൊണ്ടും വളരെ പെട്ടെന്ന് ഇത് സംഭവം സ്റ്റീമായി കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇതെൻ്റെ ഞാനും മക്കളും കൂടെ ഉണ്ട് അൺബോക്സ് ചെയ്തത്. നമ്മളിതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് നോക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്ത് നോക്കുന്നതിന് മുന്നേ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിഭാഗത്ത് തീരെയും സ്ഥലമില്ല. എല്ലാ തട്ടിൻ്റെയും അടിയിലുള്ളതുപോലെ തന്നെ ഉള്ളൂ ഏറ്റവും താഴത്തെ തട്ടിൻ്റെ അടിയിലുമുള്ള സ്പേസ്. അപ്പം എത്രത്തോളം വെള്ളം അതിൽ കൊള്ളും? അപ്പം ഇഡ്ഡലിക്കകത്ത് വെള്ളം കയറത്തില്ലേ? ഇഡ്ഡലി ചീത്തയായി പോകത്തില്ലേ? വെള്ളം കയറിയിട്ട് ഒരുമാതിരി മാവ് പശയായിട്ടൊക്കെ ഇരിക്കത്തില്ലേ എന്നൊക്കെ ഉള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ പിടിയെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഞാൻ കുക്ക് ചെയ്ത് നോക്കി. പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മൾ ആ തട്ടിൻ്റെ അകത്ത് കയറാത്ത രീതിയിലുള്ള കുറഞ്ഞ അളവിലുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. സംഭവം കുക്കായി കിട്ടും. കരിഞ്ഞൊന്നും പോകത്തില്ല. ഒരുപാട് വെള്ളമൊന്നും തിളച്ചിട്ട് പറ്റി പോകുകയൊന്നുമില്ല. അതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു സ്റ്റീം കൊണ്ട് തന്നെ ഈ ഇത്രയും ഇഡ്ഡലിയും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നുണ്ട്. ഓൺലൈനിൽ മിക്ക സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഡൗട്ട് നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരാൾക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്.